വെൽക്കം ടു ജിലേബി ക്യൂസീൻ. ഞാൻ ജിബി ജിജോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് സദ്യ സ്പെഷ്യൽ തന്നെയാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അതിനെ നുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ബൗളുണ്ട്, അല്ലെങ്കിൽ ഒരു 2.5 കപ്പ്. ഇതിനെ ഞാനിനി പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും. ഒരു 2 വിസിൽ കേട്ടാൽ മതിയാവും. അതും ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ. അപ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് വേണ്ടുന്ന വൻപയർ ഞാൻ നേരത്തെ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം അതിനെ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു 2 വിസിൽ ലോ ഫ്ലെയിമിലും ഞാനൊരു 1/2 കപ്പോളം കുതിർത്ത് വെച്ചത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. മത്തങ്ങ ഇപ്പോൾ വേവിച്ചെടുക്കുക. അതിനായിട്ട് പ്രഷർ കുക്കർ അടച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അത്രയും മതിയാവും. അത് അവിടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഈ ജാറിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ജീരകം ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അപ്പോൾ നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. മത്തങ്ങ ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തവി വെച്ച് ഇളക്കി നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു കപ്പോളം വൻപയറുണ്ടത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ചൂടായി വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാല അതുമായിട്ടൊന്ന് യോജിച്ച് വരണം. അതിനായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വേറൊരു പാനിലേക്ക് മാറ്റുകയാണ്. കുക്കറിൽ നിന്ന് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് വെന്ത് അതിനോട് യോജിച്ച് വരണം. അപ്പോൾ അതിനായിട്ട് അതിനെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ തേങ്ങ നല്ലതുപോലെ വെന്തിട്ട് മത്തങ്ങയൊക്കെ ആയിട്ട് യോജിച്ച് വരും. അതായത് ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ പരുവം കണ്ടില്ലേ, കുറച്ച് ലൂസാണ് എന്നാൽ തിക്കല്ല. അതേ രീതിയിൽ നമുക്ക് വേണ്ടിയത്. ഈ എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസാവാൻ പാടില്ല. ഈ ഒരു പരുവത്തിലെടുക്കണം. നമുക്കിതിനെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ അതൊന്ന് ചോറിൽ പെരളുന്ന പോലെ ആ രീതിയിൽ വേണം നമ്മൾ എരിശ്ശേരിയുടെ ആ ഒരു ലാസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. ഒരു ചെറിയ ക്രീമി ടെക്സ്ചറിൽ ആക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പം അതിലൊരു നല്ല ടേസ്റ്റ് കിട്ടും. മറ്റെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുമ്പം ആ ഒരു ടേസ്റ്റ് അത്രയും കിട്ടില്ല. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതാണ്, ഒരു 3-4 എണ്ണം എടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കാം.
അതൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഈ വറ്റൽമുളകൊന്ന് എടുത്തിട്ട് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വന്നിട്ട് ഇനിയും മൂത്ത് അതങ്ങ് കരിഞ്ഞു പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സവാള ഉള്ളി ഒന്നുകൂടെ ഒന്ന് വഴണ്ട് വരണം, അതുകൊണ്ട് അതൊന്ന് വഴണ്ടോട്ടെ. ഈ വറ്റൽമുളക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അത് ഇതിൽ ഒന്ന് മൊരിച്ചെടുക്കണം. അത് നമ്മൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ ഇപ്പോൾ ഇവിടെ മൊരിഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡ് എത്തിയിട്ടുണ്ട്, നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ താളിച്ചത് എത്തണം. ആ തേങ്ങ മൊരിഞ്ഞത് നമ്മുടെ ഓരോ ബൈറ്റിലും കിട്ടുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിനായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ആ എരിശ്ശേരിക്ക് തന്നെ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും അത്. കേരള സദ്യ സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, തയ്യാറാക്കി അഭിപ്രായം പറയുക. അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. അതേപോലെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.